ഗൈസ് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്ന ടൈമായിരിക്കും. പക്ഷെ ഞാൻ ഉറങ്ങിയല്ല ഗൈസ്, ഞാനൊന്ന് വീട് വരെ വന്നിരിക്കുകയാണ്. അപ്പൊ വന്ന ഉടനെ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത് കുറച്ച് പച്ചക്കറി കണ്ടിട്ടുണ്ട് അച്ഛൻ അമ്മയും കൂടിയിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി എല്ലാരും കൂടി. എന്നിട്ട് എന്താ കുറച്ച് വഴുതിനങ്ങ ഉണ്ടായിരുന്നു, പിന്നെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, പിന്നെ വെള്ളരിക്ക ഉണ്ടായിരുന്നു, അങ്ങനെ കക്കിരിയും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചധികം എന്താ പറയാ വഴുതിനൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ മ്യൂട്ടാക്കി കേട്ടാ നിങ്ങൾ ചിരിച്ച് മരിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് തോട്ടം മൊത്തം നടന്ന് നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പറിച്ചെടുക്കാണ്. വഴുതിനങ്ങ ഫ്രഷ്, ഒരു എന്താ പറയാ കീടനാശിനികളും അടിക്കാത്ത വെറും ചാണകം മാത്രം കൊണ്ടുണ്ടാക്കിയ നമ്മുടെ വഴുതിനങ്ങയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് നല്ലതാണ്. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കുകയോ തിന്നോ. അപ്പൊ പിന്നെ നമ്മളെ അമ്മ കൂട്ടിക്കൊണ്ടു പോകുന്നത് സഞ്ചാരിനെ കണക്കെ പോകുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ വെണ്ടക്ക പറിക്കാനാണ് ഗൈസ്. ആ പോകുന്ന വഴിക്കാണ് അപ്പൊക്കെ നമ്മൾ വെള്ളരിക്ക കണ്ടത്. കണ്ടാ കുറച്ച് വെള്ളരിക്ക പഴുത്തു, കുറച്ച് പച്ചയുണ്ട് അത്ര. അത് നമുക്ക് അടുത്ത വരവിന് പറിക്കാം. കണ്ടാ അടിപൊളി വലിയ വെള്ളരിക്ക. അതും കിട്ടിയത് കാണുന്നുണ്ട്. അത് മൊത്തം വെള്ളരിക്ക കേട്ടാ. മുട്ടിട്ടുണ്ട്, കുറെ എണ്ണം ആവാനുണ്ട്, പഴുക്കാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വെണ്ടയ്ക്കയും കൂടി ഉള്ളത്. അപ്പൊ വെണ്ടയ്ക്കയും കൂടി പറിക്കാം. ഇതും പറിച്ച് കൊട്ടയിലാക്കി പിന്നെന്താ പറയാ, കാണുന്നില്ലേ, കാണുന്നൊക്കെ തന്നെ പറയാനും കഴിയുന്നില്ല. ചോറുകൊണ്ട് വയററിഞ്ഞിട്ട് മത്തുപിടിയിരിക്കുകയാണ് കേസ്. പറയാനൊന്നും കേട്ടാന്നല്ലേ. എന്താ പറയാ, നല്ല വെയിലുണ്ടായിരുന്നു. വെയിൽ കൊണ്ടുവച്ചാൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് കേസ്, തലവേദന. അപ്പൊ നമ്മള് ആവശ്യത്തിന് അമ്മ ഒരുപാട് പറിക്കുന്നുണ്ട് കേട്ടാ. പിന്നെയും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മതി, നമുക്ക് ഏകദേശം ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. ലാസ്റ്റ് കണ്ട നമ്മളെ കയ്യില് 2 വെള്ളരിക്കയുടെ. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ. ടാറ്റാ ബൈ ബൈ.